ഞാൻ വീട്ടിലാണ്. ഇന്നിപ്പോൾ കണക്കവതരണം പരിപാടിയൊക്കെയാണ്. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ആ വാസകരണം കൊണ്ടേ മില്ലിക്ക് പോയിക്കാന്ന് പറഞ്ഞു. മനുഷ്യ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് സ്ത്രീധനം കിട്ടിയ 101 പവനാ നിങ്ങളുടെ അച്ഛൻ കൊണ്ട് ബാങ്കിൽ പണയം വെച്ചേക്കുന്നത്. അതിപ്പം ലേലം വിളിച്ച് പോവും. ഇപ്രാവശ്യം കണക്കവതരിപ്പിക്കുന്ന സമയത്ത് വെറുതെ വായം പൂട്ടി നിൽക്കരുത്. നീ എന്നെ കൊണ്ടാൻ്റെ മുഴുവൻ പറയിപ്പിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അങ്ങോട്ട് പറയണം കേട്ടോടി. അച്ഛൻ വിചാരിക്കേ നമുക്ക് ആർത്തിയാന്ന് വിചാരിക്കില്ലേ? ചോദിക്കാം. നീ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നടന്നോ? നീ ഇവിടെ നിന്ന് കൈ വെച്ച് നോക്ക്. അതല്ലടി, പേടിച്ചിട്ട് കണ്ട കട കടാന്നാണ് നഞ്ഞടിക്കണത്. അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, വായല് സൗണ്ടേ വരില്ല എനിക്ക്. വേറെ അല്ല, ഞാൻ ഗതി കെട്ട് പോയത്. സുഖേട്ടാ, ഒന്നും ഇങ്ങോട്ട് വരി. ഇപ്രാവശ്യം കാര്യങ്ങൾ എങ്ങനെ പോകാന്നൊന്നും നോക്കാം നമുക്ക്. കാര്യങ്ങളും നമ്മൾ പറഞ്ഞ മാതിരി വരുതിക്കല്ല വരണ വെച്ചെങ്കിൽ പിന്നെ വായും പൂട്ടി ഇരിക്കരുത്. അടുത്ത പ്രാവശ്യം ആ സീറ്റിൽ കയറിയിരിക്കാനുള്ള എല്ലാ ആലോചനയും ഇപ്പം തന്നെ ഉണ്ടായിക്കോട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയും. ഞാൻ എന്താണ്? കട്ടപ്പുറത്ത് നിൽക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 20 ലക്ഷം ഉറുപ്പ്യ തരാൻ പറഞ്ഞാലോ? നിങ്ങൾ എന്തിനാണ് ഇനിയിപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കണത്? നിങ്ങൾ ആ കസാരയിൽ കയറിയിരിക്കാൻ നോക്കി മൂത്ത മകനല്ലേ നിങ്ങൾ. ചെക്ക എന്തെങ്കിലും പറഞ്ഞിട്ട് കാശ് മേടിച്ചെടുക്കാൻ നോക്കണം. ആ പാരിജാതനും അച്ഛനും കൂടിയിട്ട് ദൂർത്തടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നാൽ മതി. ഈ സത്യാവസ്ഥ പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നമുക്ക് എന്ത് തരണമെങ്കിലും തന്ന പിടിക്കേ കട എടുക്കേണ്ട വരും. 10 പൈസ കയ്യിലില്ല. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ലേ, അതും കിട്ടാൻ പാടില്ല. മാവൻ കണക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അവലുദാനമുണ്ട്. മാമന്റെ ദാനല്ലേ മാമൻ ഏട്ടാ, ഇതൊക്കെ കുറെ ഓവറാണ് കേട്ടോ. ഏട്ടാ കുറച്ച് മതി. ഓ ഏട്ടാ, കുചേരൻ കൃഷ്ണൻ അവര് കൊടുത്ത മാതിരിയാണ്. സൂക്ഷിച്ചും കണ്ട് തിന്നോ, അതിന്റെ മുതലൊക്കെ അങ്ങോട്ട് പോവും. കുചേരൻ കൊടുക്കണം, അതിന് സമ്മതിക്കൂല. ഒപ്പം തന്നെ നമ്മുടെ മന്മഥന്റെ കയ്യിൽ നിന്ന് വലിയ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോണത്. ഒപ്പം നമ്മളുടെ കാർഷിക രംഗമൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുകയാണ്. വേണ്ട രീതിയിൽ കൃഷി അതൊന്നും ലാഭകരമായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു ഉപ്പേരിക്ക് വേണമെങ്കിൽ തന്നെ അടുത്ത പറമ്പെന്ന് പോയിട്ട് സാധനം വാങ്ങിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. ഇത് കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കണം. അപ്പോൾ പ്യാരി വായിക്കും, അത് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കൈയടിച്ച് പാസ്സാക്കുക കേട്ടോളേ. എന്താ വടി എടുത്ത് കളിക്കണത്? ഇവിടെ വെക്കേ പഠിക്കവിടുത് വടി പിടിക്കാൻ അറിയില്ല, അല്ലാണ്ട് പറയില്ല. അവിടെ നിൽക്കും. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഈ വർഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചെലവ് കൂടുതലായതിനാൽ ചില പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സോപ്പ്, പൗഡർ, പേസ്റ്റ് എന്നിവ ഇപ്പോൾ ലഭിക്കുന്ന അളവിൽ ലഭ്യമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഉപയോഗം എല്ലാവരും കുറക്കണമെന്ന് ഒരു നിർദ്ദേശം നടത്തുന്നു. ഇപ്പൊ തന്നെ ഒന്നും തികയണില്ല, ഇനി കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. വെള്ളത്തിൻ്റെ ഉപയോഗം കുറക്കാൻ ദിവസേന അത്യാവശ്യമുള്ളവർ മാത്രം കുളിക്കുക. നമ്മുടെ കുടുംബത്തെ ലഹരി ഉപയോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കുറക്കും. ആവശ്യക്കാർക്ക് വേണ്ടുവോളം മദ്യം 24 മണിക്കൂറും നമ്മുടെ അടുക്കളയിൽ നിന്നും പണം കൊടുത്തു വാങ്ങാവുന്നതാണ്. അതിൻ്റെ ഉത്തരവാദിത്തം രാഘവേട്ടനെ ചുമതലപ്പെടുത്തുകയാണ്. 1-ാം തീയതി ലഭിക്കാതിരുന്ന മദ്യം ഇനി മുതൽ 365 ദിവസവും 24 മണിക്കൂറും നമ്മുടെ വീട്ടിൽ ലഭ്യമാവുന്നതാണ്. പിന്നെ പുറത്തു നിന്നുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ തറവാട്ടിൽ അനുവദിക്കുന്നതല്ല. അച്ഛൻ അറിയാതെ പറമ്പിൽ വാറ്റ് നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കാൻ ആലോചിച്ചിട്ടുണ്ട്.
ഒരു പ്രധാന നിർദ്ദേശം സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി സമ്മാന കൂപ്പണുകൾ അടിച്ചിറക്കും. അത് സ്ത്രീകളും നമ്മുടെ കുടുംബാംഗങ്ങളും റോഡിൽ നടന്ന് വിറ്റ് ഇനി അധിക ചെലവിനുള്ള പണം കണ്ടെത്തേണ്ടതാണ്. ഈ പണിയൊന്നും എടുത്ത് പോരാണ്ട്. ഇനി ഈ സാമ്പത്തിക വർഷം നമുക്ക് കുറേ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിനായി നീക്കിവെച്ച ഫണ്ടിന്റെ വിവരങ്ങളാണ് ഇനി വായിക്കുന്നത്. ആമസോൺ കാടുകളിലെ വന്യജീവി സംരക്ഷണത്തിന് 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. ആമസോൺ കാട് എന്താണ്? അമ്മയുടെ തറവാടാണ്. സംസ്ഥാന വ്യാപകമായി യുവാക്കൾക്കുണ്ടാവുന്ന മുടിയൊഴിച്ചിൽ തടയാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലേക്ക് 2 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തുന്നു. നാട് വിട്ടുപോയി വഴിയിൽ കിടന്നു മരിച്ച അപ്പൂപ്പന്റെ സ്മരണാർത്ഥം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അപ്പൂപ്പന്റെ ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് വേണ്ടി നമ്മൾ കാശ് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ അറബിക്കടലിന്റെ ആഴം കൂട്ടുന്നതിലേക്കായി നമ്മൾ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. ഈ അടുത്ത് ഡോക്ടറേറ്റ് നേടി നമ്മുടെ കുടുംബത്തിന് അഭിമാനമായ നമ്മുടെ അമ്മായിയുടെ ഇളയ മോൾക്ക് വാഴക്കുല കൃഷി ചെയ്യുന്നതിലേക്കായി 50 ലക്ഷം രൂപ നീക്കി വെക്കാൻ ചിന്തയുണ്ട്. ലോക നിലവാരമുള്ള ബജറ്റ്. എന്റെ അമ്മാവ നമിച്ചു ഞാൻ. 2 വാഴക്ക പൊടിഞ്ഞ് അണ്ണാക്കിനും തിരികെ കൊടുക്കാറുണ്ട്. ഇത്രയും നിർദ്ദേശങ്ങളാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമ്മുടെ കുടുംബത്തിലെ ബജറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. അപ്പോൾ വിശദമായ ചർച്ചയ്ക്കും തീരുമാനത്തിനും വേണ്ടി അച്ഛൻ്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് ഞാൻ ഈ ബജറ്റ് സമർപ്പിക്കുന്നു. നന്നായി. കൈയടിക്കേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ പറഞ്ഞോളൂ. പറയല്ലേ അവർക്ക് ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഇവളുണ്ടല്ലോ വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ സീരിയൽ കാണുന്നതാണ്. ശരി. ഇവിടെ അച്ഛൻ ന്യൂസ് കാണുന്ന സമയമാണപ്പോ. അതെ. അതുകൊണ്ട് ഞങ്ങൾ റൂമില് ഉള്ള TV വെക്കാൻ ഒരു അനുവാദം വേണം. വേറെ എന്താണ്? അച്ഛൻ എനിക്ക് കുളിക്കണ്ട, ബാത്റൂമിൽ ഒരു ബക്കറ്റ് വെള്ളം വേണം. അത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? എനിക്ക് പറയാനുള്ള ഇവിടെ കുടിക്കാതെയും നനക്കാതെയും ലൈറ്റ് ഇടാണ്ടും കാശുണ്ടാക്കിയിട്ട് ഈ ആമസോൺ കാർഡിൽ കൊണ്ടുപോയി ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് പിടുത്തം കിട്ടാത്തത്. ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ നമ്മുടെ അമ്മായിയുടെ മോൾക്ക് വാഴക്കൊലയ്ക്ക് 50 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നത് അവളെ കൊണ്ട് പിന്നെ കെട്ടിക്കാനല്ലേ. ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? നമ്മുടെ സ്വർണ്ണം ഒന്ന് ബാഗിൽ നിന്ന് എടുക്കാനുള്ള വല്ല വഴി ഉണ്ടാവോ? ശരി. വേറെ അച്ഛൻ ശരി ശരി എന്ന് പറയില്ല, സമ്മതം പറയണില്ല. അതെ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയും, എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല ഇതൊക്കെ തന്നെയാണ്. ഇനി വേറെ എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞോ? ഈ എല്ലാ കാര്യങ്ങളും മന്മഥനെ ഏൽപ്പിക്കണ നേരം നമുക്ക് തന്നെ എല്ലാ പണികളും ഏറ്റെടുത്ത് നടത്തിക്കൂടെ എന്നൊരു ചിന്ത ഉണ്ട്. ശരി. അടുത്തത് ഒന്നും അല്ല അച്ഛാ, ഇനിയിപ്പോ എവിടേക്കാ ചെലവ് കുറയ്ക്കണത്? അല്ലെങ്കിൽ തന്നെ ഒരു സോപ്പ് കുളിക്കണ സോപ്പ് മേടിച്ചാൽ 2 ആക്കി മുറിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം കൊണ്ടാണ് ഓരോ വീട്ടുകാരും കുളിച്ച് തീർക്കണത്. അതും ഒരു മാസത്തേക്ക്. ഇനി ഇത് കുറയ്ക്കെന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? പിന്നെ ഈ കറണ്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഫാൻ ഇട്ടിട്ട് അതിന്റെ ലീഫ് മാത്രം ഉപയോഗിച്ചാൽ മതിയാ? എനിക്ക് മനസ്സിലാവില്ല എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അല്ലെ അത്തരം വർത്താനം കയ്യിൽ വെച്ചാൽ മതി, അതൊന്നും അച്ഛനോട് എടുക്കണ്ട. നീ മിണ്ടാണ്ട് നിൽക്കണ ചക്ക. ഇവിടെ തല്ലിയിരിക്കുമ്പോ വാരാറിന് എന്തിനാണ്? ഞാനൊക്കെ ജനിച്ചല്ലേ നീ? കുറെ കണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്ന നീ. ആർക്കും കണ്ട് പറയണ്ട, പറയാന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ പറഞ്ഞതെല്ലാം അച്ഛൻ കേട്ടു. അപ്പൊ അതൊന്നും നമുക്ക് ഈ വർഷം പ്രാവർത്തികമാക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ഈ ബജറ്റ് പ്രകാരം മുന്നോട്ട് പോകും. പിന്നെ നോക്കാം. എന്താ ചെയ്യാ? എല്ലാം പറയാൻ തന്നെയുള്ളൂ. ഒരു കാര്യം നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്? കൂടുതലൊന്നും ആലോചിക്കാനില്ല. അടുത്ത പണി എന്താണെന്ന് നോക്കിയോ? മറിമായം